ഈ റജബ് എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ഉഷാറുണ്ടായിരുന്നു. ഇനി റമളാനിലേക്കും കുറച്ചൊരു ഉഷാറുണ്ടാവും. അതിന്റെ ഇടയിൽ ജനങ്ങൾ അശ്രദ്ധമായി പോകുന്ന ഒരു മാസമാണ് ഷഹ്റു ശഅബാൻ എന്നു മാത്രമല്ല തങ്ങൾ പറഞ്ഞത്, ഈ മാസത്തിലാണ് അടിമകളുടെ ഇബാദത്തുകൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നത്. അങ്ങനെ ഉയർത്തപ്പെടുമ്പോ ഞാൻ നോമ്പുകാരനാകാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞത് ഈ ശഅബാൻ ഇതിൽപ്പെട്ടതാണ്, ഈ റജബ് ഇതിൽപ്പെട്ടതാണ്, റമളാൻ ഇതിൽപ്പെട്ടതാണ്. ഏത് നമുക്കല്ല തന്ന സമയത്തിൽപ്പെട്ടതാണ്. ഇതെല്ലാം കൂടിയിട്ടാണ് അല്ല നമുക്ക് തന്നത്. റജബ് വന്നിട്ടും മാറ്റമില്ല, റമളാൻ വന്നിട്ടും ശഅബാൻ വന്നിട്ടും മാറ്റമില്ല. റമളാൻ ഇങ്ങനെ വന്നതിനേക്കാൾ വേഗതയിൽ റമളാനും അങ്ങ് സഞ്ചരിച്ചു പോകും. പിന്നെയോ നമ്മൾ ബാക്കിയാകുന്നത് നാളെ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരുമ്പോൾ പറയുന്ന വാക്കിലേക്കാണ്. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ.